ഹായ് മക്കളെ, CBSE ബോർഡ് എക്സാം നമ്മളെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ അതിന്റെ എക്സാം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എക്സാമിനെ. അപ്പൊ എക്സാമിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒരുപാട് വർക്ക്ഷീറ്റും കാര്യങ്ങളും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് എക്സാമിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, വർക്ക്ഷീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിയൽ നമ്പേഴ്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സിന്റെ വർക്ക്ഷീറ്റ് നിങ്ങളെ കയ്യിൽ ആൽഫയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ വർക്ക്ഷീറ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വേറെ ഒടുക്കും നിങ്ങൾ ക്വസ്റ്റ്യന് തേടിയിട്ട് പോവേണ്ട, അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നന്നായിട്ട് ബോർഡ് എക്സാമിന് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും. ഇനി വർക്ക്ഷീറ്റിലുള്ള ഓരോ ക്വസ്റ്റ്യൻസും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സാർ അതിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ചെയ്യാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ എന്താ സെഷൻ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സാർ പറഞ്ഞ മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് എന്ത് ചെയ്യണം? ഒരു ഹാർട്ട് ഇമോജി എല്ലാവരും എന്ത് ചെയ്യുക? ഒരു റെഡ് ഹാർട്ട് ഇമോജി ഇട്ടാൽ സാറിന് മനസ്സിലാവുന്നത് നിങ്ങൾ ഇത് ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ട്. എന്താ അപ്പോ സാറിന് എന്താവും? മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്. ഉഷാറായിട്ട് എന്ത് ചെയ്യുക? ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾ വർക്ക്ഷീറ്റ് ഒക്കെ എടുത്തിട്ട് സാറിന്റെ കൂടെ തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെഷനിൽ എന്ത് ചെയ്യുക? പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കുറച്ച് കോൺസെപ്റ്റുകളെ പറയുന്നുള്ളൂ. റിയൽ നമ്പേഴ്സിൽ ഒന്നാമത് ഫസ്റ്റ് ആയിട്ട് പറയുന്നത് HCFും LCM ആണ്. അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നതാണ് അതില് ഇറാഷണൽ നമ്പർ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൂവ് ദാറ്റ് ഇറാഷണൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് ഈ നമ്പർ ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. അതെല്ലാ കുഞ്ഞുങ്ങൾക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും? മനസ്സിലായിട്ടുണ്ടാവും. HCF LCM ഒക്കെ വരുന്നത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇതൊക്കെ എക്സാമിന് ചിലപ്പോൾ കേസ് സ്റ്റഡി ആയിട്ട് വരും, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. ഇങ്ങനത്തെ അവസരങ്ങളിൽ എപ്പോഴാണ് HCF എടുക്കേണ്ടി, എപ്പോഴാണ് LCM എടുക്കേണ്ടി? ചില സമയത്ത് HCFന് നമുക്ക് ഡിവിഷൻ വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളതും കാര്യങ്ങളൊക്കെ സാർ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ഉഷാറായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ റിയൽ നമ്പേഴ്സിൽ നമുക്ക് എന്തില്ല? ഡൗട്ട് അടിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ നിങ്ങൾ ഓരോ ചാപ്റ്ററും നിങ്ങൾക്ക് ഏതാണോ ബുദ്ധിമുട്ടുള്ളത് അതിൽ കൂടുതൽ ടൈം കൊടുത്തിട്ട് നമുക്ക് ബോർഡ് എക്സാമിന് ഇങ്ങോട്ട് എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്തിരിക്കണം. ബോർഡ് എക്സാം എത്തിയാൽ തന്നെ നമുക്ക് സന്തോഷമാവും അങ്ങനെ ആവുമ്പോൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തു പോകാം. ഇതാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വർക്ക്ഷീറ്റിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് 438 ആൻഡ് 606 ലീവിംഗ് റിമൈൻഡർ 6 ഇൻ ഈച്ച് കേസ്. അതായത് ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ ഡിവൈഡ്സ് 438. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 438 606. ഇതിനെ ഏതോ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 റിമൈൻഡർ വരണം. അങ്ങനത്തെ ഏറ്റവും ലാർജസ്റ്റ് നമ്പറാ ചോദിച്ചേ. ശ്രദ്ധിച്ചോ, ഡിവൈഡ്സ് എന്നാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? HCF കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? HCF. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതൊരു ബോക്സിലാക്കിയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡിവൈഡ്സ് എന്ന് പറഞ്ഞാൽ HCF ആണ് കാണുന്നത്. 438 606 HCF കാണുന്നതിന് മുമ്പ് റിമൈൻഡർ എന്താ പറഞ്ഞിട്ടുള്ളത് അത് മൈനസ് ചെയ്യാം. സോ 438 മൈനസ് 6 ചെയ്യാം. അപ്പൊ 432 കിട്ടും. ദെൻ 606 6 മൈനസ് ചെയ്യാം. അപ്പൊ 600 കിട്ടും. അപ്പൊ HCF ആണ് ഇവിടെ കാണാൻ പറഞ്ഞതെന്ന് ആദ്യം മനസ്സിലായി. എന്നിട്ട് റിമൈൻഡർ എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? HCF ഓഫ് 432 ആൻഡ് 600 കണ്ടുപിടിച്ചാൽ ആൻസർ ആയി. അപ്പൊ നമുക്ക് ഇതിന്റെ എന്ത് ചെയ്യാം? HCF കണ്ടുപിടിക്കാം അല്ലെ. HCF ഓഫ് 432 ആൻഡ് 600 എന്ന് പറയുമ്പോൾ 432ന്റെ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം, 600നും പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. 432നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 2 കൊണ്ട് ചെയ്താൽ നമുക്കറിയാം 2 1 6. ദെൻ 2 കൊണ്ട് ചെയ്താൽ 108. ദെൻ വീണ്ടും 2 കൊണ്ട് ചെയ്താൽ 54. ദെൻ 2 കൊണ്ട് ചെയ്താൽ 27. 3 കൊണ്ട് ചെയ്താൽ 9. ദെൻ 3 9 3. സോ ഇത് നമുക്ക് കിട്ടുന്നത് 1 2 3 4 2 റൈസ് ടു 4 ഇൻറ്റു 3 സ്ക്വയർ എന്നാണ്.
ഇനി 600ന് ഇതേപോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 കൊണ്ട് ചെയ്താൽ 300 എന്ന് കിട്ടും. 3 കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100 എന്ന് കിട്ടും. വീണ്ടും നമുക്ക് എന്താ 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്താൽ 50, വീണ്ടും 2 കൊണ്ട് ചെയ്താൽ 25, then 5 കൊണ്ട് ചെയ്താൽ 5. അപ്പോൾ 1 2 3 2 raised to 3 into 3 into 5. സോ ഇതിന്റെ HCF എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോമൺ ആയിട്ട് വരുന്ന നമ്പർ എടുക്കുക. HCF കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? കോമൺ ആയിട്ട് വരുന്നത് 2 രണ്ടിലുണ്ട്, സോ 2. ഇനിയോ 3 രണ്ടിലും ഉണ്ട്. എന്നിട്ട് ഏറ്റവും ലോവസ്റ്റ് പവർ എഴുതി കൊടുക്കുക. ലോവസ്റ്റ് പവർ പറഞ്ഞാൽ 2ന്റെ ലോവസ്റ്റ് പവർ 3, ഇവിടെ 1 ആണ്. അപ്പോൾ 8 into 3 is 24 ആണെന്ത്? 8 into 3 24 ആണ് നമ്മളെ HCF ആയിട്ട് വരിക. 24. സോ ആൻസർ എന്താ വരിക? 24 ആണ്. 24 ആണ് ദ ലാർജസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് 438 ആൻഡ് 606 ലീവിങ് റിമൈൻഡർ 6 ഇൻ ഈച്ച് കേസ് എന്ന് പറഞ്ഞ 24 ആണ്. നിങ്ങൾ 438നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 ആണ് റിമൈൻഡർ വരിക. അതുപോലെ തന്നെ 606നെയും 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ആണ് റിമൈൻഡർ വരിക. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ആൻസർ എന്താണ്? 24 ആണ് ആൻസർ ആയിട്ട് വരിക. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. 21th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ദാറ്റ് ഡിവൈഡ് 445, 472, 499 ലീവിങ് റിമൈൻഡേഴ്സ് 4, 5, 6. അപ്പൊ നമുക്ക് മനസ്സിലായി ഫൈൻഡ് ഗ്രേറ്റസ്റ്റ് നമ്പർ ഡിവൈഡ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഡിവൈഡ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് HCF ആണ് അല്ലെ. ഇതിനെ 3ന് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ. സോ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡേഴ്സ് 4, 5, 6 റെസ്പെക്റ്റീവ്ലി വരണം. ആദ്യം നമ്മൾ എന്താ ചെയ്യുക? 445 എന്ന് ആ റിമൈൻഡർ മൈനസ് ചെയ്യും. സോ 441. ദെൻ 572 എന്ന് റിമൈൻഡർ 5 മൈനസ് ചെയ്യും. സോ 567 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് എന്താ 699 6 മൈനസ് ചെയ്യും. അപ്പൊ 693 എന്ന് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവരെ HCF കണ്ടുപിടിച്ചാൽ ആൻസർ ആയി. HCF ഓഫ് 441, 567, 463 എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഇവരെ HCF എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. 441 അതുപോലെ 567, 567, നെക്സ്റ്റ് 693. ഇപ്പോൾ 441 കണ്ടുപിടിക്കാം. 441നെ 2 കൊണ്ട് ചെയ്യുക. 441നെ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ട് ചെയ്യാം? 7 കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. 7 കൊണ്ട് ചെയ്യുമ്പോൾ 42ൽ 6 7s are 42, then 21ൽ 3. സോ വീണ്ടും 7 കൊണ്ട് ചെയ്താൽ 9, 3, 3. സോ 7 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ എന്ന് കിട്ടും. ഇനി 567നെ എന്തുകൊണ്ട് ചെയ്യാം? 3 കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ 7 കൊണ്ട് ചെയ്യാം. 7 കൊണ്ട് ചെയ്യുമ്പോൾ 8 7s are 56, 81നെ ആവുമ്പോൾ 3 കൊണ്ട് ചെയ്താൽ നമുക്ക് 2 കിട്ടും. 27. ദെൻ വീണ്ടും 3 കൊണ്ട് ചെയ്താൽ 9 കിട്ടും. 3 കൊണ്ട് ചെയ്താൽ 3. അപ്പോൾ 3 raised to 4 into 7 എന്ന് കിട്ടും. 693നെ എന്ത് ചെയ്യാം? അതുപോലെ ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ചെയ്താൽ 2, 3, 1 എന്ന് കിട്ടും. 231 കിട്ടും. 3 കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ 7 കൊണ്ട് ചെയ്യാം. 7 കൊണ്ട് ചെയ്താൽ 21, അതായത് 3 3 എന്ന് കിട്ടും. 11 കൊണ്ട് ചെയ്താൽ 3. അപ്പൊ 3 സ്ക്വയർ ഇൻറ്റു 7 ഇൻറ്റു 11. ഇതിന്റെ HCF എന്താണ്? എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നത്. എല്ലാത്തിനും 3 കോമൺ ആണ്, 7 കോമൺ ആണ്. ഈ 7ന്റെ ഏറ്റവും ലോവസ്റ്റ് പവർ 3ന്റെ ഏറ്റവും ലോവസ്റ്റ് പവർ സ്ക്വയർ ആണ്. 3 സ്ക്വയർ ഇൻറ്റു 7. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 7 ആണ്. 9 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 63. സോ നമ്മളെ ആൻസർ വരുന്നത് എന്താണ്? 63 ആയിരിക്കും ആൻസർ വരുന്നത്. സോ ഈക്വൽ ടു 63. സിമ്പിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ഡിവിഷന് കറക്റ്റ് ആയിട്ട് അറിയുന്നവർക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂ. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് 22. 21 ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് 22 കാണുമ്പോൾ കത്തണം. അതുകൊണ്ടാണ് സാർ അടുത്തടുത്ത് ഈ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് when divided by 35, 56, 91 leaves remainder 7 in the case? ശ്രദ്ധിച്ചോ, സ്മോളസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ
ഡിവൈഡഡ് ബൈ ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, ഡിവൈഡഡ് ബൈ എന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്താണ്? LCM ആണ്. LCM ആണ്. ബ്രാക്കറ്റിൽ ഒരു ബോക്സിലാക്കി വെച്ചോ. ഡിവൈഡഡ് ബൈ എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? LCM ആണ്. സോ ഇവിടെ HCFന്റെ അതേപോലെയല്ല, ഇവിടെ ഒരു എന്തുണ്ട്? ഇവിടെ ജസ്റ്റ് ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 35 56 91 നമ്മളോട് പറഞ്ഞു വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് വെൻ ഡിവൈഡഡ് ബൈ 35 56 91. ഏതോ ഒരു നമ്പറിന് നമ്മൾ 35 56 91 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 7 വരണം എന്നാ പറഞ്ഞത്. അപ്പൊ ഒരു നമ്പറാണ്, ഏതോ ഒരു നമ്പറിനെ, അപ്പൊ ഇതിന്റെ മൾട്ടിപ്പിൾ ആണ് വരുന്നത്. സോ ആദ്യം നമ്മൾ ഇതിന്റെ LCM കാണുക, എന്നിട്ടാണ് നമ്മൾ റിമൈൻഡർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. HCFൽ നേരെ തിരിച്ചാ ചെയ്തത്. ആദ്യം എന്ത് ചെയ്തു? റിമൈൻഡർ മൈനസ് ചെയ്തു, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? HCF കണ്ട്. ബട്ട് LCMൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഫസ്റ്റ് എന്ത് ചെയ്യുക? ഇവരെ LCM കാണുക. അതായത് 35 56 91 ഇവരെ LCM കണ്ടിട്ട് അതിലോട്ട് റിമൈൻഡർ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവരെ എന്ത് ചെയ്യാം? LCM കാണാം. 35 56 91. 35 എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ചെയ്താൽ 5 into 7 ആണ്. 56 എന്ന് പറഞ്ഞാൽ ചെയ്ത് നോക്കാം, 2 കൊണ്ട് ചെയ്താൽ 2 8 28 14 2 7. 2 ക്യൂബ് into 7 91. 7 കൊണ്ട് ചെയ്താൽ 1 3. സോ 7 into 30. ഇവിടെ LCM ആയിട്ട് വരുന്ന എന്താ? LCM കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ഇവിടെ കാണുന്ന എല്ലാ പ്രൈംസും എഴുതി വെക്കുക. 2 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 13 ഉണ്ട്. എന്നിട്ട് പ്രൈമിന്റെ ഏറ്റവും ഹയസ്റ്റ് പവർ എഴുതിയേക്കുക. 2ന്റെ ഹയസ്റ്റ് പവർ 2 ക്യൂബ്. സോ 2 ക്യൂബ് 8 into 5 into 7 into 13. 8 into 5 40. 40 into 7 14 280. സോ 280 into 13 ചെയ്താൽ 0. 3 8s are 24. 2 6 8 0 8 2 0 4 8 8 16 1 3640 ആണ് LCM കിട്ടുക. ബട്ട് 3640 ആണ് LCM കിട്ടുക. ബട്ട് നമുക്ക് കിട്ടേണ്ടത് എന്താ? റിമൈൻഡർ 7 വരണം. സോ ഈ നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ആണ്, LCM ആണിത്. ആൻസർ ആവുമ്പോൾ എന്ത് കിട്ടണം? ആൻസർ പറഞ്ഞാൽ ഇതിലോട്ട് 7 കൂടി ആഡ് ചെയ്യുക. അപ്പൊ 3647 ഇതാണ് എന്ത്? ആൻസർ ആയിട്ട് വരുന്നത്. LCM കണ്ടുപിടിച്ചിരുന്നതിന് ശേഷമാണ്, ആഫ്റ്റർ ആണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങള് ഇതിലോട്ട് 7 ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. അപ്പോൾ ഡിവൈഡഡ് ബൈ ആണ്, LCM ആണ്. ഡിവൈഡ്സ് അല്ലെങ്കിൽ ഡിവൈഡ് ആണെന്നുണ്ടെങ്കിൽ എന്താ? അത് HCF ആണ്. HCFൽ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുക? റിമൈൻഡേഴ്സ് മൈനസ് ചെയ്യുക. LCM കണ്ടുപിടിച്ചിട്ട് ലാസ്റ്റ് റിമൈൻഡർ മൈനസ് ചെയ്യുക. അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? സോറി, റിമൈൻഡർ ആഡ് ചെയ്യുക. ഇവിടെ റിമൈൻഡർ മൈനസ് ചെയ്യാണ്, അവിടെ റിമൈൻഡർ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. HCFൽ മൈനസ് ചെയ്യാണ്, LCMൽ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, റൈറ്റ് ഡൗൺ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സാധാരണ നമുക്ക് വരാറുണ്ട്, ഡൗട്ട് ഒക്കെ കുട്ടികൾക്ക് അടിക്കാറുണ്ട്. LCM ആണ് എന്താണ്, HCF എന്താണെന്ന് മനസ്സിലായ ഏത് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. 5th ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ LCM ഓഫ് ദ ഫോളോയിങ് പോളിനോമിയൽസ്. ഇവിടെ നോക്കുക, x-1 x-2 x-2 x-3. ഇവിടെ നമ്പേഴ്സിന് ഫാക്ടേഴ്സ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്പറിന്റെ ഫാക്ടർ പറഞ്ഞാൽ x-1ഉം x-2 ആണ്. സെക്കൻഡ് നമ്പർ പറഞ്ഞാൽ x-2 x-7 ആണ്. LCM എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സിനും എഴുതി വെക്കുക, എല്ലാ ഫാക്ടേഴ്സിനും ഒരു പ്രാവശ്യം എല്ലാ ഫാക്ടേഴ്സിനും എഴുതി വെക്കുക അറ്റ് എ ടൈം. ഇവിടെ നോക്കുക, x-1 ഉണ്ട്, യെസ് എഴുതി. x-2 2 പ്രാവശ്യം ഉണ്ട്, അപ്പൊ സാർ ഒരു പ്രാവശ്യം എഴുതുന്നുള്ളൂ. x-7 എഴുതി. LCM ആയി. ഇതിന്റെ LCM ഇത്രയും സിമ്പിൾ ആയിട്ട് കിട്ടി. ഇനി LCM നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, HCF കൂടെ കണ്ടുപിടിക്കാം. HCF എന്ന് പറഞ്ഞാൽ രണ്ടിലുള്ള ഫാക്ടേഴ്സിൽ നിങ്ങൾ നോക്കുക, എന്നിട്ട് അതിൽ കോമൺ ആയിട്ടുള്ള ആളെ കാണാൻ പറ്റുന്നുണ്ടോ നോക്കുക. യെസ്, കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? കോമൺ ആയിട്ടുള്ള ആളാരാ? രണ്ടില് x-1 ഉണ്ടോ? ഇല്ല. രണ്ടില് x-2 ഉണ്ടോ? യെസ് ഉണ്ട്, ഉണ്ട് അല്ലെ? അപ്പൊ അതാണ് x-2 ആണ് ഇതിന്റെ എന്ത്? HCF. LCM എന്ന് പറഞ്ഞാൽ എല്ലാ നമ്പേഴ്സിനും ഒരു പ്രാവശ്യം എഴുതി വെക്കുക. ഇതിന് ഹയസ്റ്റ് പവർ ഒന്നും കാണുന്നില്ല, സിമ്പിൾ ആയിട്ട് എഴുതാം. ഓക്കെ, ഇനി കുറച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് നന്നായിട്ട് വരാറുണ്ട്. നിങ്ങളിത് വായിച്ച് നോക്കുമ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത് നോക്കുക. ട്രാഫിക് ലൈറ്റ് അറ്റ്
3 different roads crossing change after 48 seconds, 72 seconds and 108 seconds respectively. If they all change simultaneously at 8 a.m., then at what time will they again change simultaneously? ഇപ്പൊ ട്രാഫിക് ലൈറ്റ് ഉണ്ട്. അതിൽ ഫസ്റ്റത്തെ ഒരു ലൈറ്റ് എന്ന് പറഞ്ഞാൽ 48 സെക്കൻഡ് കൊണ്ടും സെക്കൻഡ് 72 കൊണ്ടും തേർഡ് 108 സെക്കൻഡ് കൊണ്ടും ഇങ്ങനെ മാറി കളിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഫസ്റ്റ് 8 AM സൈമിൾട്ടേനിയസിലായിട്ട് മൂന്ന് ഒരുമിച്ച് എന്ത് ചെയ്തിരുന്നു, കത്തിയിരുന്നു, ലൈറ്റ് കത്തിയിരുന്നു. ദെൻ ഇനി നെക്സ്റ്റ് സൈമിൾട്ടേനിയസ് ആയിട്ട് എപ്പോഴാണ് കത്തുക എന്ന് ചോദിച്ചത്. സോ ശ്രദ്ധിച്ച മക്കളെ, സൈമിൾട്ടേനിയസ്ലി, ടുഗെദർ, നെക്സ്റ്റ് എന്ന വേർഡുകളൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ സൈമിൾട്ടേനിയസ്ലി, ടുഗെദർ, നെക്സ്റ്റ് എന്ന വേർഡുകളൊക്കെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? LCM ആയിരിക്കും. സോ ഈ നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിച്ചാൽ മതി. LCM കണ്ടാൽ നമുക്കറിയാം 48ന്റെയും 72ന്റെയും 108ന്റെയും LCM കാണാം. ഏതിൻ്റെയൊക്കെ? 48, 72, 108. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാം. 48നെ നമുക്ക് എന്ത് ചെയ്യാം? 48നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 24, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. അപ്പോൾ 2⁴ into 3. ദെൻ ഇവിടെ 72നെ നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 36, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 18, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9, 3, 3. അപ്പോൾ 2⁵ into 3². ഇനി 108നെ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ചെയ്താൽ 54, 2 കൊണ്ട് ചെയ്താൽ 27, 3 കൊണ്ട് ചെയ്താൽ 9, 3 കൊണ്ട് ചെയ്താൽ 3. 108ന് എന്ത് ചെയ്യാം? 2² into 3³. സോ LCM കണ്ടുപിടിക്കാൻ എല്ലാ നമ്പേഴ്സിനെയും ഒരു പ്രാവശ്യം എഴുതിയിട്ട് ഹയസ്റ്റ് പവർ എഴുതിയാൽ മതി. 2ഉം 3ഉം മാത്രമല്ലേ നമുക്ക് പ്രൈംസ് ആയിട്ട് ഇവിടെ കാണുന്നുള്ളൂ. 2 into 3 എന്ന് എഴുതി. എന്നിട്ട് ഹയസ്റ്റ് പവർ, 2ന്റെ ഹയസ്റ്റ് പവർ ഇങ്ങനെ നോക്കുമ്പോൾ 2, 3, 4, 4 ആണ്. 3ന്റെ ഹയസ്റ്റ് പവർ 3 ആണ്. 2⁴ എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 into 27 ചെയ്യുക. 16 into 27. Then 6 sevens are 42, 4, 12, 16, 7, 2. 2, 6, 13, 1. 432 എന്ന് കിട്ടും. LCM എന്താണ്? 432. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന LCM 432 ആണ്. 432 സെക്കൻഡ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ 8 AM എന്ത് ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് ഒരു ബെല്ല് സൈമിൾട്ടേനിയസ്ലി അടിച്ചിട്ടുള്ളത്. ഇനി എപ്പോഴാ, സോറി ബെല്ലല്ല, എന്താ ട്രാഫിക് സിഗ്നൽ അടിച്ചിട്ടുള്ളത്. ഇനി എപ്പോഴാ അടിക്കുക? അപ്പൊ ഈ 432നെ നമുക്ക് എന്ത് ചെയ്യാം? മിനിറ്റിലേക്ക് ആക്കാം. മിനിറ്റിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 432നെ എന്ത് ചെയ്യാം? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 432നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? 60 ആവുമ്പോൾ 7 6 are 420 ആണ് വരുന്നത്. 12 ബാലൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇതിനെന്ത് ചെയ്താം? 7 മിനിറ്റ് അല്ലെ? അപ്പൊ 8 കഴിഞ്ഞിട്ട് 8, 7 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാ? 12 സെക്കൻഡിനാണ് എന്ത്? 12 സെക്കൻഡ്, അതായത് 12 റിമൈൻഡർ വന്നതുകൊണ്ട് 12 സെക്കൻഡ്. 8 AM കഴിഞ്ഞിട്ട് 7 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു 12 സെക്കൻഡ് ആവുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഒരു 12 സെക്കൻഡ് ആവുമ്പോഴാണ് എന്ത് കിട്ടുക? നമുക്ക് 12 AM വീണ്ടും സൈമിൾട്ടേനിയസിലായിട്ട് ഇതെന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ ഇവിടെ ഒറ്റ കാര്യം, സൈമിൾട്ടേനിയസ്ലി നിങ്ങൾ കണ്ടാൽ, സൈമിൾട്ടേനിയസ്ലി എന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? LCM കാണും. ഓക്കെ. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ 105. ചില ക്വസ്റ്റ്യൻ LCMൽ നമുക്ക് അധികം ഡൗട്ട് അടിക്കാനൊന്നും ഉണ്ടാവില്ല. പക്ഷെ HCFൽ നിങ്ങൾ കുറച്ചും കൂടി എന്ത് ചെയ്യണം? ഒന്ന് നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. 105 goats, 140 donkeys and 175 cows have to be taken across a river. There is only one boat which will have to make many trips in order to do so. The lazy boatsman has his own conditions for transporting them. He insists that he will take the same number of animals in every trip and they have to be the same kind. He will naturally like to take the largest possible number each time. Can you tell how many animals went in each trip? ഇതൊരു ഭയങ്കര രസകരമായ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഇപ്പോ നമുക്കറിയാം ഒരു സ്ഥലത്ത് 105 ഗോഡ്സ് ഉണ്ട്, അതുപോലെ
140 ഡോങ്കീസ് ഉണ്ട്, 175 കൗസും ഉണ്ട്. ബാബുമോനാണ് ഇവിടുത്തെ എന്ത് ബോട്ട്മാന്. ബാബുമോന് പറഞ്ഞാൽ ലേസി ബോട്ട്മാനാ. കാരണം ഇവിടെ ആകെ ഒരു ബോട്ടേ ഉള്ളൂ, അത് ബാബുമോന്റെ ആണ്. ബാബുമോൻ എന്ത് ചെയ്യില്ല, ലേസി ആയതുകൊണ്ട് തന്നെ അറ്റ് എ ടൈമിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകാൻ നോക്കും. കുറച്ച് ട്രിപ്പ് അടിച്ചാൽ മതിയല്ലോ എന്നാ. അപ്പോ ബാബുമോന് എന്ത് ചെയ്യണേ, എത്ര ട്രിപ്പ് അടിക്കേണ്ടി വരും? ഹൗ മെനി ആനിമൽസ് വെന്റ് ഇൻ ഈച്ച് ട്രിപ്പ് എന്നാ ചോദിച്ചത്. ഹൗ മെനി ആനിമൽസ് വെന്റ് ഇൻ ഈച്ച് ട്രിപ്പ്, എത്ര ആനിമൽസ് ഓരോ ട്രിപ്പിലും പോകുന്ന ചോദിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് HCF മാത്രം കണ്ടാൽ മതി. കാരണം ഇവിടെ ആനിമൽസിന്റെ നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചത് എന്ത് തന്നെയാണ്, ആനിമൽസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് HCF മാത്രം, ഇവിടെ ഹൗ മെനി ആനിമൽസ് എന്നാ ചോദിച്ചത്. ഇതിന്റെ HCF കണ്ടാല് നമുക്ക് അറിയാൻ പറ്റും ബാബുമോന് ഓരോ സമയവും ബാബുമോന് എന്ത് പഠിച്ചതാണ്. ബാബുമോൻ നിങ്ങൾക്ക് അറിയാം മാത്സ് പഠിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ HCF കണ്ടാൽ ബാബുമോൻ അറിയാം മാക്സിമം എത്ര എത്ര ആനിമൽസിനെ അറ്റ് എ ടൈം കൊണ്ടുപോകാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, HCF ഓഫ് 105 140 175 കണ്ടാൽ ആൻസർ ആയി. അപ്പോൾ HCF ഒന്ന് കണ്ടു നോക്കാം. 140 അതുപോലെ 105 175. 140നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ചെയ്താൽ 2 പറയുമ്പോൾ 70 എന്ന് കിട്ടും. 2 കൊണ്ട് ചെയ്താൽ 35, 5 കൊണ്ട് ചെയ്താൽ 7. സോ 2 സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു 7. ഇനി 105നെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 105നെ നമുക്ക് 5 കൊണ്ട് ചെയ്താൽ 21 കിട്ടും. 3 കൊണ്ട് ചെയ്താൽ 5. അപ്പോൾ 5 ഇൻറ്റു 3 ഇൻറ്റു 7 എന്നും കിട്ടും. ഇനി 175നെ ചെയ്ത് നോക്കാം. 175നെ 5 കൊണ്ട് ചെയ്താൽ ഇവിടെ 3 5 ആർ 15, 25 5, വീണ്ടും 5 കൊണ്ട് ചെയ്താൽ 7. സോ 5 സ്ക്വയർ ഇൻറ്റു 7. ഇവിടെ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. കോമൺ ആയിട്ട് എല്ലാത്തിലും 2 ഉണ്ടോ ഇല്ല, 5 ഉണ്ട് 7 ഉണ്ട്. എന്നിട്ട് 5ന്റെ ഏറ്റവും മിനിമം പവർ ആണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ 35 ആണ്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 35. HCF കണ്ടാൽ മതി. HCF കണ്ടാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്ത് ചെയ്യാ, പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. എന്നിട്ട് കോമൺ ആയിട്ടുള്ള ആളുകളുടെ എഴുതിയിട്ട് അതിന്റെ ഏറ്റവും ഹയസ്റ്റ് ലോവസ്റ്റ് പവർ എഴുതുക. അപ്പൊ ഇവിടെ 35 അറ്റ് എ ടൈമിൽ 35 ആനിമൽസിനെയാണ് കൊണ്ടുപോകാൻ പറ്റുക. 35 ആനിമൽസിനെ എങ്ങനെ കൊണ്ടുപോകാം. ഇതിലും കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോ കറക്റ്റ് ആവില്ല. ഓക്കെ. ഇനി 3 സെറ്റ്സ് ഓഫ് ഹിന്ദി, ഇടയ്ക്കിടയ്ക്ക് ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ശ്രദ്ധിച്ചു നോക്കുക. 3 സെറ്റ്സ് ഓഫ് ഇംഗ്ലീഷ് ഹിന്ദി മാത്സ് ബുക്സ് ഹാവ് ടു ബി സ്റ്റാക്ക്ഡ് in such a way that all the books are stored topic wise and height of each stack is same. The number of English books is 96. The number of Hindi book is 240 and the number of mathematics books is 336. Assuming that the books are of same thickness, determine the number of stacks of English, Hindi, Maths. ഇവിടെ നമ്മളോട് പറഞ്ഞ് ഇംഗ്ലീഷിന്റെ ബുക്ക് ഉണ്ട്. ഇംഗ്ലീഷ് ബുക്ക് 96 ആണ്. ദെൻ ഹിന്ദി ബുക്ക് 240 ആണ്. മാത്തമാറ്റിക്സ് ബുക്സ് 336 ആണ്. ദെൻ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, എല്ലാത്തിനും അസ്യൂമിങ് ദ ബുക്സ് ഓഫ് സെയിം തിക്നെസ്, ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് സ്റ്റാക്സ്, അണ്ടർലൈൻ ഇടുക. ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് സ്റ്റാക്സ് ഓഫ് ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്. ഇവിടെ നമ്പർ ഓഫ് സ്റ്റാക്സ് ആ ചോദിച്ചിട്ടുള്ളത്. ബുക്സ് തന്നിട്ടുണ്ട്, ബുക്സിന്റെ എണ്ണം തന്നിട്ട് സ്റ്റാക്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോ. ആദ്യം നിങ്ങൾ HCF കണ്ടിട്ട് ബുക്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. HCF കണ്ടിട്ട് ബുക്സിനെ കൊണ്ട്. കാരണം ഇവിടെ എന്തല്ല ചോദിച്ചിട്ടുള്ളത്, മാക്സിമം പോസിബിൾ നമ്പർ ഓഫ് ബുക്സ് അല്ല ചോദിച്ചിട്ടുള്ളത്, സ്റ്റാക്സ് ആണ്. അപ്പൊ നമ്മൾ ബുക്സിന്റെ മാക്സിമം പോസിബിൾ നമ്പേഴ്സ് HCF കണ്ടിട്ട് ഡിവൈഡ് ചെയ്യണം. ഇമ്പോർട്ടന്റ് ആണ് ഈ മോഡൽ ക്വസ്റ്റ്യൻസ്. കാരണം നമ്മൾ HCF കണ്ടിട്ട് നിർത്തും. സാധാരണ അതാണ് കുട്ടികൾ ചെയ്യൽ, HCF കാണാനാണെന്ന് അറിയാം. ബട്ട് കാരണം ഇത് അറേഞ്ച്മെന്റ് ആണ് അല്ലെ, അറേഞ്ച്മെന്റ് വന്ന HCF ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബട്ട് HCF കണ്ടിട്ട് നിർത്തും, നമുക്ക് മാർക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഇംഗ്ലീഷിന്റെ എന്ത് ചെയ്യാ, HCF ഓഫ് 96 240 336 നിങ്ങൾ കാണുക. അപ്പൊ HCF ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ 96 240 336 ഇതിന്റെ മൂന്നിന്റെ എന്ത് ചെയ്യുക, HCF. സോ 96ന്റെ HCF നമ്മൾ കാണുകയാണെങ്കിൽ 2 കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കിട്ടുക, 468. 2 കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24. 2 കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 12 2 6 2 3.
സോ 1 2 3 4 5 2 റേസ് ടു 5 ഇൻറ്റു 3. ഇനി 240 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യുക. 2 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 12, വീണ്ടും 2 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 60, 2 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 30, 2 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 15, 3 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 5. 2 റേസ് ടു 4 ഇൻറ്റു 3 ഇൻറ്റു 5. ദെൻ 336നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 കൊണ്ട് ചെയ്യാം 112 എന്ന് കിട്ടും. ദെൻ 2 കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1056 എന്ന് കിട്ടും. ദെൻ 2 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 2 8 28 14 7. സോ 1 2 3 2 റേസ് ടു 4 ഇൻറ്റു 3 ഇൻറ്റു 7. ഇവിടെ HCF ആണ് കാണേണ്ടത്. കോമൺ ആയിട്ടുള്ളത് 2, എല്ലാത്തിനും കോമൺ ഉണ്ട്, 3 ഉണ്ട്. 2ന്റെ മാക്സിമം പവർ 4 ആണ്. 2 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 8 ആണ്. 2 റേസ് ടു 4 മീൻസ് 16 ആണ്. 16 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 48 ആണ്. സോ HCF 48 കിട്ടി. ഇത്ര നിങ്ങൾ എല്ലാവരും ചെയ്തിട്ട് നിർത്തരുത്. ഇത് നമ്മളെ മാക്സിമം അറേഞ്ച് ചെയ്യാൻ പറ്റിയ ബുക്സ് ആണ്. ഓരോ ബുക്കും 48 എണ്ണാണ് ഓരോ സ്റ്റാക്കിൽ വെക്കേണ്ടത്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള നമ്പർ ഓഫ് സ്റ്റാക്സ് ആണ്, മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റാക്സ് ഓഫ് ഇംഗ്ലീഷ്, നമ്പർ ഓഫ് സ്റ്റാക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്പർ ഓഫ് സ്റ്റാക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിന്റെ സ്റ്റാക്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു സ്റ്റാക്കിൽ 48 ബുക്സ് ഉണ്ടാവുക. ഇംഗ്ലീഷ് ടോട്ടൽ 96 ആണ്. 96നെ 48 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റാക്സ് എത്ര? സോറി 5 അല്ല 2 ആണ് അല്ലെ? 2 എന്ന് കിട്ടും. ഇംഗ്ലീഷ് 2 ആണ്. അതുപോലെ ഹിന്ദി എത്ര കിട്ടുക? ഹിന്ദി 240 ഡിവൈഡഡ് ബൈ 48. 248 എത്ര കിട്ടുക? 240 ഇതിന്റെ ഡബിൾ ആണ്, അപ്പൊ 5 എന്ന് കിട്ടും. ദെൻ മാത്സ് എന്ന് പറഞ്ഞാൽ മാത്സ് 336 ഡിവൈഡഡ് ബൈ 48. 336 divided by 48 എത്ര? 7 48s are 336. ആൻസർ 7. ഇംഗ്ലീഷ് 2, ഹിന്ദി 5, 7. ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. മറക്കരുത്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നാലോ? ശേഖർ വാൺസ് 27th ക്വസ്റ്റ്യൻ വർക്ക്ഷീറ്റിലുണ്ട്. എന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ശേഖർ വാണ്ട് ടു പ്ലാന്റ് 45 corn plants, 81 tomato plants and 63 ginger plants. If he plants them in such a way that each row has the same number of plants and each row has only one type of plant, what is the greatest number of plants he can plant in a row? ശ്രദ്ധിച്ചോ, ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പ്ലാന്റ്സ് എന്നാ ചോദിച്ചത്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? പ്ലാന്റ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. HCF കണ്ടാൽ മതി. സോ ഡയറക്റ്റ് HCF കണ്ടാൽ മതി. എല്ലാത്തിന്റെയും 45 81 63. ഇതിന്റെ HCF കണ്ടാൽ നിങ്ങൾക്ക് എന്തായി? ആൻസർ പെട്ടെന്ന് കിട്ടും. സോ HCF കാണാം. നമുക്ക് 45ന് എന്ത് ചെയ്യാം? 9 ഇൻറ്റു 3, 9 എന്ന് പറഞ്ഞ 9 ഇൻറ്റു 5 3 സ്ക്വയർ ഇൻറ്റു 5 എഴുതാം. 81ന് 9 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ അല്ലെങ്കിൽ 3 റേസ് ടു 4 എന്ന് എഴുതാം. 63ന് എന്ത് ചെയ്താം? 9 ഇൻറ്റു 7 എന്ന് എഴുതാം. അപ്പൊ ഇതിൽ HCF ആയിട്ട് നമുക്ക് എന്താ കിട്ടുക? 3 എല്ലാത്തിലും കോമൺ ആണ്, 3 സ്ക്വയർ ഉണ്ട്. സോ 9 ആയിരിക്കും ആൻസർ വരിക. ആൻസർ എന്താ വരിക? 9 ആയിരിക്കും ആൻസർ വരിക. സിമ്പിൾ ആയിട്ട് HCF കണ്ട ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ് 27th. ഇനി 29th ക്വസ്റ്റ്യൻ നോക്കി നോക്കുക. എന്താണ്? എ വൈൻ സെല്ലർ. ചില ആളുകൾക്ക് ഡൗട്ട് അടിക്കുന്നത് കൊണ്ടാണ് സാറ് 29th ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്നത്. 29th ക്വസ്റ്റ്യൻ, എ വൈൻ സെല്ലർ ഹാഡ് 3 types of wine, 403 liters of first kind, 433 liters of second kind, 465 liters of third kind. Find the least possible number of cask. Underline it all. Cask of equal size in which different types of wine can be filled without mixing. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ലീസ്റ്റ് പോസിബിൾ നമ്പർ. ലീസ്റ്റ് എന്നൊക്കെയാണ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? LCM കാണാൻ വേണ്ടി നോക്കും. ശ്രദ്ധിച്ചോ, ലീസ്റ്റ് പോസിബിൾ നമ്പർ ഓഫ് കാസ്ക് അല്ലെങ്കിൽ കണ്ടെയ്നർ. എത്ര കണ്ടെയ്നർ വേണ്ടി വരും? ഏറ്റവും മിനിമം എത്ര കണ്ടെയ്നർ വേണ്ടി വരും എന്നാ ചോദിച്ചത്. നമുക്കിവിടെ ലിറ്റേഴ്സിലാണ് തന്നിട്ടുള്ളത്, ബട്ട് കണ്ടെയ്നറാ ചോദിച്ചിട്ടുള്ളത്. ആദ്യം HCF കണ്ടിട്ട് HCF കൊണ്ട് ഓരോന്നിനെ ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനാ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? HCF ഓഫ് 403 434
അതുപോലെ 465 ഇത് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. സോ എന്ത് ചെയ്യാം, നമുക്കിത് ഫാക്ടറൈസ് ചെയ്യാം. 403 465 then 434. അപ്പോൾ 403നെ ഡിവൈഡ് ചെയ്യാം. 403 3-ലില്ല, 13-ലുണ്ടാവും. 13-ലാവുമ്പോൾ 1 2 3. സോ 313 39, പിന്നെ 30 ഉണ്ടാവും, 31. സോ 13 into 31 കിട്ടി. ഇനി അടുത്തത് എന്താ, 465. അതിനും 31 ആവാൻ 5 കൊണ്ട് ചെയ്താൽ 40-ല് 8, 45-ല് 9, 15-ല് 3, 93-ല് 3 കൊണ്ട് ചെയ്താൽ 31. സോ 5 into 3 into 31. then 434. 434-നെ 2 കൊണ്ട് ചെയ്താൽ 217. 217 നമുക്കൊരു 31 കൊണ്ട് ചെയ്യാം. 31 എല്ലാത്തിലും കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ 31 കൊണ്ട് ചെയ്താൽ 31 into 7 കൊണ്ട് ചെയ്യാം. സോ ഇവിടെ 7 കൊണ്ട് ചെയ്യാം അല്ലെ, 7 കൊണ്ട് ചെയ്യാം. 7 കൊണ്ട് ചെയ്യുമ്പോൾ 31 കിട്ടും. സോ 2 into 7 into 31. ഇനി നമുക്കറിയാം HCF ആണ് കാണേണ്ടത്. എല്ലാത്തിലും കോമൺ ആയിട്ട് നിങ്ങൾക്ക് ആരെ കാണുന്നത്, ഒരാളെ കാണുന്നുള്ളൂ, 31-നെ. സോ 31 ആണ് HCF. ഇത് കണ്ടിട്ട് നമ്മൾ നിർത്തരുത്. കാരണം എന്താ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ലീസ്റ്റ് പോസിബിൾ നമ്പർ ഓഫ് സ്റ്റാക്ക് അല്ല കണ്ടെയ്നർ കാസ്ക ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, ഓരോന്നിനെയും 31 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുക. അപ്പൊ ലീസ്റ്റ് പോസിബിൾ കാസ്ക് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, 403/31, അല്ലെങ്കിൽ എല്ലാം ആഡ് ചെയ്തിട്ട് 31 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, by 31 പ്ലസ് 465/31. ഇനി നിങ്ങൾ നോക്കുക, 431-നെ ഇതുകൊണ്ട് ചെയ്താൽ നമുക്ക് 403-നെ 31 കൊണ്ട് ചെയ്താൽ ഇവിടെ 13 കിട്ടുക. പ്ലസ് 434-നെ 31 കൊണ്ട് ചെയ്താൽ 2 into 7 14 ആണ് കിട്ടുക. പ്ലസ് 465-നെ ഇതുകൊണ്ട് ചെയ്താൽ 5 into 3 15 ആണ് കിട്ടുക. ഇത് ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. എത്ര കിട്ടുന്നുണ്ടാവുക, 10 20 30 42 എന്ന് കിട്ടും. 42 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത്. വർക്കൗട്ട് ചെയ്ത് നോക്കുക, വീണ്ടും വീണ്ടും വർക്കൗട്ട് ചെയ്യുക. ഇനി അതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അമിത, സുനേഹ ആൻഡ് രാഘവ് സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് കാർഡ്സ് ഫോർ ഗ്രീറ്റിംഗ് ഈച്ച് പേഴ്സൺ ഓഫ് ആൻ ഓൾഡ് ഏജ് ഹോം ഓൺ എ ന്യൂ ഇയർ. ന്യൂ ഇയറിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. ഒരുപാട് ആൾക്കാർ മറന്നു പോകുന്ന, നമ്മളൊക്കെ നാട്ടിലുണ്ടാവുന്ന എന്താണ്, ഓൾഡ് ഏജ് ഹോമിലൊക്കെ ആരും നോക്കാനില്ലാതെ, മക്കളൊന്നും ഇല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ ഒരുപാട് സ്ഥലത്തുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് അമിത, സുനേഹ, രാഘവ് എന്ത് ചെയ്തു, പ്രിപ്പയറിങ്, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരൊറ്റയ്ക്കല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തുണ്ടാക്കിയിട്ടുണ്ട്, ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് വൺ കാർഡ് ദേ ടേക്ക് 10 16 20 മിനിറ്റ്സ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഓരോരുത്തരും ഓരോ കാർഡ് ഉണ്ടാക്കാൻ അമിത എന്ത് ചെയ്യുന്നുണ്ട്, 10 മിനിറ്റും സുനേഹ 16 മിനിറ്റും 20 മിനിറ്റും ഓരോ കാർഡ് ഉണ്ടാക്കാൻ. ചിലവർ പെട്ടെന്ന് ഉണ്ടാക്കും, ചിലവർ കുറച്ച് ടൈം എടുത്തിട്ട് അടിപൊളിയാക്കിയിട്ട് ഉണ്ടാക്കുള്ളൂ. ഇഫ് ഓൾ ദം സ്റ്റാർട്ടഡ് ടുഗദർ, എല്ലാവരും ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ആഫ്റ്റർ വാട്ട് വിൽ ദേ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് എ ന്യൂ കാർഡ് ടുഗദർ. അടുത്തൊരു പുതിയ എന്ത് ചെയ്യാണ്, എല്ലാവരും ഒരുപോലെ എന്ത് ചെയ്യാണ്, അടുത്തൊരു പുതിയ കാർഡ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാന്നാ പറഞ്ഞു. നിങ്ങൾക്ക് അറിയാം, ടുഗദർ എന്ന് കണ്ടാൽ നമ്മൾ എന്താ ചെയ്യുക, LCM കാണും. സോ ഈ നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിച്ചാൽ ആൻസർ ആയി. LCM ഓഫ് 30 16 20 കണ്ടുപിടിച്ചാൽ മതി. 15-നെ നമുക്ക് 5 into 2 എന്ന് എഴുതാം. 16-നെ 2 raised to 4 എന്ന് എഴുതാം. 20-നെ 2 square into 5 എന്ന് എഴുതാം. ഇതൊക്കെ നമുക്ക് അറിയാം. LCM പറഞ്ഞാൽ എല്ലാ നമ്പേഴ്സിനെയും ഒരു പ്രാവശ്യം എഴുതിക്കുക, ഹയസ്റ്റ് പവർ എഴുതി വെച്ചാൽ മതി. 2 raised to 4 16 into 5 80. സോ അടുത്തത് 16 into 5 80. അടുത്തത് 18 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് എല്ലാവരും എന്ത് ചെയ്യുക, ഒരുമിച്ച് ഇനിയൊരു പുതിയ കാർഡ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇതിനൊക്കെ മൾട്ടിപ്പിൾ 18 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാ. ഇവന് 10 മിനിറ്റ് ആണ് ഒരു ഗ്രീറ്റിംഗ് കാർഡിന് എടുക്കുന്നതെങ്കിൽ അടുത്ത ഗ്രീറ്റിംഗ് കാർഡ് എടുക്കുമ്പോൾ 20 ആവും. അങ്ങനെ ഇവരെല്ലാവരും വ്യത്യസ്ത ടൈമിൽ, ഡിഫറെന്റ് ടൈമിലാണ് ഓരോ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് വരെ ഒരുമിച്ച് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ
80 മിനിറ്റ് ആകുമ്പോഴാണ് ഇവർ ഒരുമിച്ച് ഉണ്ടാക്കുന്നുണ്ടാവുക. സോ ഇതും എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ഇൻ ഓർഡർ ടു ഈ 33 എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യന് ഏത് തന്നെയാണ് ഇതാ ഇവിടെ നോക്കുക. 33 എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യന് ഈ 26 പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ് 33. അതുകൊണ്ട് മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 33 എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യന് നിങ്ങൾ എന്ത് ചെയ്യുക, ഹോം വർക്കൗട്ട് ചെയ്യുക, വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളെ വർക്ക്ഷീറ്റിലുണ്ട്. ആൽഫ റിവിഷൻ സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ വർക്ക്ഷീറ്റിൽ അടിപൊളിയായിട്ട് കൊടുത്ത ക്വസ്റ്റ്യൻ ആണ്. ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി ഇതാ 31 കുറച്ചുകൂടി നല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ചെയ്യാതെ എന്ത് ചെയ്യും നോക്കിയിരിക്കും അല്ലെ, ചെയ്യാൻ ട്രൈ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യാതെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് എക്സാമിന് അഥവാ ഇൻ കേസ് വന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുക. ഇവിടെ നോക്കുക, എ മാസൺ ഹാസ് ടു ഫിറ്റ് എ ബാത്റൂം വിത്ത് എ സ്ക്വയർ മാർബിൾ ടൈൽസ് ഓഫ് ലാർജസ്റ്റ് പോസിബിൾ സൈസ്. The size of bathroom is 10 feet by 8 feet. What would be the size in inches of tile required that has to be cut and how many such tiles are required? നമ്മളോട് പറഞ്ഞൊരു മാസൺ, അതായത് ഒരു പണിക്കാരൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വർക്കർ, ഒരു പ്ലംബർ അല്ലെങ്കിൽ ഒരു വർക്ക് ടൈല് ഫിറ്റ് ചെയ്യുന്ന ഒരാള് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബാത്റൂമിൽ ടൈല് ഫിറ്റ് ചെയ്യണം. ഇയാൾക്ക് വേണ്ടത് സ്ക്വയർ മാർബിൾ ടൈൽസ് ആണ്, ഓഫ് ലാർജസ്റ്റ് പോസിബിൾ സൈസ് ആണ് വേണ്ടത്. ലാർജസ്റ്റ് പോസിബിൾ സൈസ് ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞ HCF ആണ്. ബട്ട് ഇവിടെ നമ്മളോട് പറഞ്ഞത് ബാത്റൂമിന്റെ സൈസ് പറഞ്ഞാൽ 10 ഫീറ്റ് ബൈ 8 ഫീറ്റാ. അപ്പൊ നമുക്ക് ലെങ്ത് ആയിട്ട് 10 ഫീറ്റ് എടുക്കാം, വിഡ്ത്ത് ആയിട്ട് 8 ഫീറ്റ് എടുക്കാം. ബട്ട് ഇത് ഫീറ്റിലാണ്, ഫൂട്ടിലാണ്, ഇഞ്ചസിലോട്ട് മാറ്റണം. അപ്പൊ ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എന്ത് ചെയ്യണം. എന്നിട്ട് നമ്മളോട് പറഞ്ഞു ഇതാണ് നമ്മൾ ബാത്റൂം. ഇതിന് നമുക്ക് കടയിൽ പോയിട്ട് എന്ത് ചെയ്യണം, സ്ക്വയർ ടൈൽസ് ഇങ്ങനെ വാങ്ങി ഒട്ടിക്കണം, സ്ക്വയർ ടൈൽസ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ ടൈൽസിന്റെ എത്ര സ്ക്വയർ ടൈൽസ് വേണ്ടിയിരുന്ന ചോദിച്ചത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം, സ്ക്വയർ ടൈൽസിന്റെ ഒരു സൈഡ് എത്ര വേണം, എത്ര സ്ക്വയർ വരുന്നത്, എത്ര ഒരു ലെങ്ത്, ഒരു സൈഡിന്റെ ലെങ്ത് എത്ര വരുന്നത് ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെയൊക്കെ മുമ്പ് ഫീറ്റിനെ 1 ഫീറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഇഞ്ചസാ, 24 ഇഞ്ചസ്, 12 ഇഞ്ചസ് ആയി, 12 ഇഞ്ചസ്. ഇത് അവിടെ ഒരു ബോക്സിൽ ഇങ്ങോട്ട് ആക്കി വെക്കുക. 1 ഫീറ്റ് എന്ന് പറഞ്ഞാൽ 12 ഇഞ്ചസാ. അങ്ങനെയാണ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യുക, ഇഞ്ചസിലോട്ട് മാറ്റുക. 12 കൊണ്ട് ഇൻറ്റു ചെയ്യുക, 120 ഇഞ്ച്. ഇവിടെയും 12, അപ്പോ 96 ഇഞ്ചായി, 96 ഇഞ്ച്. അപ്പൊ ഇവിടെ 96, ഇവിടെ 120. ഓക്കെ, 120. ഇനി ശ്രദ്ധിക്കുക, വാട്ട് വുഡ് ബി ദ സൈസ് ഓഫ് ദ ടൈൽ. ഇതിൽ രണ്ടിലും വരുന്ന ടൈൽ ഏതാണെന്ന് കാണണമെങ്കിൽ ഇതിന്റെ HCF കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ HCF ഓഫ് 120 ആൻഡ് 96 കണ്ടുപിടിക്കുക. ഇതിന്റെ HCF കണ്ടുപിടിക്കുക. 120, 96. 120നെ നമുക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 60, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 30, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5, 3 കൊണ്ട് ചെയ്താൽ 5, 15, 5. സോ 2 റൈസ് ടു 3 ഇൻറ്റു 3 ഇൻറ്റു 5 എന്ന് കിട്ടും. 96നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9, 4, 8. സോ 24, വീണ്ടും 2 കൊണ്ട് ചെയ്താൽ 12, 2 കൊണ്ട് ചെയ്താൽ 6, 2 കൊണ്ട് ചെയ്താൽ 3. 1, 2, 3, 4, 5. 2 റൈസ് ടു 5 ഇൻറ്റു 3 എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ HCF എന്താ വരിക, രണ്ടിലും 2 ഉണ്ട്, 3 ഉണ്ട്, 2 ക്യൂബ് ഇൻറ്റു 3 എന്നാ വരിക. 8 ഇൻറ്റു 3 24 ആണ് എന്ത് വരിക, 24 ആണ് എന്ത് വരിക, HCF. ഇതാണ് എന്ത്, ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ടൈൽ. ടൈലിന്റെ ലെങ്ത് ഓഫ് സൈഡ് ആണ്, അതായത് സൈഡിന്റെ ലെങ്ത് കിട്ടി 24 ആണ്. അങ്ങനെയാണെങ്കിൽ അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ബി ദ സൈസ് ഓഫ് ദ ടൈൽ റിക്വയർഡ് എന്ന് പറഞ്ഞ് 24 ആണ് ഉള്ളത്. അപ്പൊ അതിന്റെ 24 ലെങ്ത് വരുന്ന സൈഡ്, 24 by 24 സൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊരു സ്ക്വയർ ആയിട്ടുള്ളതാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ എന്ത് ചെയ്യണം, സ്ക്വയർ പറഞ്ഞാൽ 24 by 24. സൈസ് എന്ന് പറഞ്ഞ ഇഞ്ചസിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞ്, ഇഞ്ചസിൽ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ എഴുതാം, സൈസ് ഓഫ് ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 24 by 24 എന്ന് എഴുതാം അല്ലെ, രണ്ട് സൈഡും 24 ആണ്. ഇനി ടോട്ടൽ ഹൗ മെനി ടൈൽസ് ആർ റിക്വയർഡ് എന്നാ പറഞ്ഞു.
അപ്പൊ ടോട്ടൽ ടൈൽസ് എത്ര ടൈൽസ് വേണ്ടി വരും? ഇപ്പൊ നമ്മളെ കയ്യിൽ എന്തുണ്ട്? ഇവിടെ ഒരു ടൈലുണ്ട്. ഈ ടൈൽ ഈ ബാത്റൂം ഫുള്ള് ഇടണം. അപ്പൊ എത്ര ടൈൽസ് വേണ്ടി വരും? അങ്ങനെയാണെങ്കിൽ ബാത്റൂമിന്റെ ടൈലിന്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? സോ ഏരിയ ഓഫ് ബാത്റൂം ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ടൈൽ. ഇത് ചെയ്താൽ ആൻസർ കിട്ടും. അപ്പൊ നമുക്കറിയാം ബാത്റൂമിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത്. ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. അപ്പൊ ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് 120 × 96 ബൈ എന്താ 120 × 96 ചെയ്യുക. 120 × 96 ബൈ ഏരിയ ഓഫ് ടൈല് പറഞ്ഞാൽ 24 × 24 അങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കിട്ടുക? 120 ഇതവിടെ ചെയ്ത് നോക്കാം. 120 × 96 ബൈ 24 × 24. സോ 120നെ നമുക്ക് കട്ട് ചെയ്യാം. 24 കൊണ്ട് കട്ട് ചെയ്താൽ 12 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ 10 കിട്ടും, ഇവിടെ 2 കിട്ടും. സോ ഇവിടെ 24 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുക? 24 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ 12 കൊണ്ടും കട്ട് ചെയ്താൽ 24 കൊണ്ട് 2 ഇതും കട്ട് ചെയ്താൽ 5 കിട്ടും. ഇനി 24ന് ഇതിനും കട്ട് ചെയ്താൽ 4 എന്ന് കിട്ടും. അപ്പോൾ 5 × 4 20 എന്ന് കിട്ടുക. ആൻസർ എത്ര കിട്ടുക? 20 എന്നാണ് ആൻസർ കിട്ടുക. ആൻസർ എന്താണ്? 20 എന്നാണ് ആൻസർ കിട്ടുന്നത്. അവിടെ സാറേ ഇരുന്നുണ്ട് 20 ആൻസർ. എത്ര ടൈൽസ് വേണം? 20 ടൈൽസ്. അപ്പൊ നിങ്ങളെ ബാത്റൂമിന്റെ ഏരിയ വെച്ചിട്ട് എത്ര ടൈല് വേണം എന്നുള്ളത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ നിങ്ങളെ വീടിന്റെ ഹാളൊക്കെ നോക്കിയിട്ട് എത്ര ടൈല് വേണം, അല്ലെങ്കിൽ ഒരു എത്ര സ്ക്വയറിലുള്ള ടൈൽ എടുത്താൽ എത്ര ടൈൽസ് വേണ്ടി വരും എന്നൊക്കെ കണക്കൂട്ടാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? HCF യൂസ് ചെയ്യാം. ഇനിയാണ് ഇതിലുള്ള ഏറ്റവും അടിപൊളി എക്സാമിനൊക്കെ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലെ, ഭയങ്കര ത്രില്ലാണ്. വായിച്ചു നോക്കിയാൽ തന്നെ ഭയങ്കര ത്രില്ലാണ്. കുറെ പുതിയ പുതിയ കഥകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേസ് സ്റ്റഡിയിൽ പറഞ്ഞിട്ടുണ്ടാവുക. വായിച്ചു നോക്കാം. ഫെബ്രുവരി 14 ഈസ് സെലിബ്രേറ്റഡ് ആസ് നാഷണൽ ബുക്ക് ഗിവിംഗ് ഡേ. നോട്ട് ചെയ്ത് വെച്ചോ. ഫെബ്രുവരി 14 എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച ദിവസമല്ല. എന്താണ്? നാഷണൽ ബുക്ക് ഗിവിംഗ് ഡേ ആണ്. അപ്പൊ അത് നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ. ഫെബ്രുവരി 14 ആകുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് എന്താ വരേണ്ടത്? യെസ്, അന്ന് നാഷണൽ ബുക്ക് ഗിവിംഗ് ഡേ ആണ്. സാറിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സാറിനൊക്കെ നിങ്ങൾക്ക് അന്ന് ഒരു ബുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാവർക്കും ബുക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പൊ മറക്കേണ്ട, ഫെബ്രുവരി 14 നിങ്ങൾ എന്ത് ചെയ്യുക? സാറിനൊക്കെ ബുക്ക് ഗിവിംഗ് ചെയ്യുക. എന്ത് ചെയ്യുക? ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് തരാൻ പറ്റും. നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഫെബ്രുവരി 14 വേറെ ഒന്നുമല്ല, എന്താണ്? ഇന്റർനാഷണൽ ബുക്ക് ഗിവിംഗ് ഡേ ആണ്. ആൻഡ് മെനി കൺട്രീസ് ഇൻ ദ വേൾഡ് സെലിബ്രേറ്റ് ദിസ് ഡേ. എല്ലാ കൺട്രീസും ഇന്റർനാഷണൽ ബുക്ക് ഗിവിംഗ് ഡേ ആയിട്ട് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സെലിബ്രേറ്റ് ചെയ്യാം. സം പീപ്പിൾ ഇൻ ഇന്ത്യ ഓൾസോ സ്റ്റാർട്ടഡ് സെലിബ്രേറ്റ് ദിസ് ഡേ. സം പീപ്പിൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഇനി നമ്മളാണ് പെടുന്നത്. നമ്മൾക്ക് ഫെബ്രുവരി 14 എന്ന് പറഞ്ഞാൽ എന്താ? ബുക്ക് ഗിവിംഗ് ഡേ ആണ്. Some people in India also started celebrating this day and donated the following number of books of various subjects to public library. ഏതൊക്കെ ബുക്സാ കൊടുത്തത്? ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട്. ഹിസ്റ്ററി ബുക്ക് 96. ദെൻ സയൻസ് ബുക്ക് 240. ദെൻ മാത്സ് ബുക്ക് 336. ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. These books have to be arranged in minimum number of stacks, such as each stacks contain books of only one subject and the number of books on each stack is same. How many books are arranged in each stack? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓരോ സ്റ്റാക്കിലും ഹൗ മെനി ബുക്സ് എന്നാ ചോദിച്ചത്. ബുക്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ചോദിച്ചത് ഹൗ മെനി ബുക്സ് ആണ്. അപ്പൊ ഒരു സ്റ്റാക്കിൽ എത്ര വേണ്ടി വരും എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ നമ്പേഴ്സ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതിന്റെ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഈ നമ്പേഴ്സ് നമുക്ക് അല്ലെ 2-3 ക്വസ്റ്റ്യനിലായി നമുക്ക് ഭയങ്കര പരിചയമുണ്ട്. ഈ നമ്പേഴ്സിന്റെ HCF കണ്ടുപിടിക്കണോ? 2 ക്വസ്റ്റ്യനിൽ സെയിം ആൻസറാ 48. സോ 48 ആണ്. ഓരോ സ്റ്റാക്കിലും എത്ര ബുക്ക് ഉണ്ടാവും? ഹൗ മെനി ബുക്സ്? ഓരോ സ്റ്റാക്സിലും 48 ബുക്സ് ഉണ്ട്. ഇനി നോക്കുക, ഹൗ മെനി സ്റ്റാക്സ് ആർ യൂസ്ഡ് ടു അറേഞ്ച് ഇൻ മാത്സ് ബുക്ക്. മാത്സ് ബുക്ക് അറേഞ്ച് ചെയ്യാൻ എത്ര സ്റ്റാക്ക് വേണ്ടി വരും? മാത്സിന്റെ ഒരു സ്റ്റാക്കിൽ 48 ബുക്കാണ്. അപ്പോൾ ടോട്ടൽ എത്ര ബുക്സ് ഉണ്ട് മാത്സിന്? 338. അതിന് 48 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ എന്താ കിട്ടുക? 7 എന്ന് കിട്ടും. എന്താ കിട്ടുക? 7 അല്ലെ?
748 ആർ 336 എന്ന് കിട്ടും. 7 into 8 56. ഓക്കെ, 7 സ്റ്റാക്സ് ആണ് മാത്സിന് വേണ്ടി. ഇനിയോ ഡിറ്റർമിൻ ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റാക്സ് ദാറ്റ് വിൽ യൂസ്ഡ് ഫോർ അറേഞ്ചിങ് ദ ബുക്സ്. ടോട്ടൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു മാത്സിനാണെങ്കിൽ 336/48 ചെയ്യുക, 7 സ്റ്റാക്സ്. അതുപോലെ ഹിസ്റ്ററിക്കാണെങ്കിൽ 96 ആണ്, 96/48 ചെയ്യുക. ഇനിയോ സയൻസിനാണെങ്കിൽ 240/48 ചെയ്യുക. അപ്പൊ ഇത് 2, ഇതെന്തേലും 5, എല്ലാം ആഡ് ചെയ്താൽ 7 + 5 = 14. ടോട്ടൽ എത്ര സ്റ്റാക്സ് വേണം? 14 സ്റ്റാക്സ് വേണം. ഇനി ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ടോട്ടൽ എത്രയാണ്? ഇവിടെയാണ് അല്ലെ നമ്മൾ ചെയ്യേണ്ടി. ടോട്ടൽ സ്റ്റാക്സ് എന്ന് ചോദിച്ചാൽ ഇവിടെയാണ്. അപ്പൊ എത്രയാണ്? 14 സ്റ്റാക്സ് ആണ് ടോട്ടൽ ഈ ബുക്സിനെല്ലാം വേണ്ടത്. ഇനിയോ ഇഫ് ദ തിക്നെസ് ഓഫ് ഈച്ച് ബുക്ക് ഓഫ് ഹിസ്റ്ററി, സയൻസ് ആൻഡ് മാത്സ് ഈസ് 1.8 ആൻഡ് 2.2, 2.5 സെന്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി, then find the height of each stack of history, science and maths. നമ്മളോട് പറഞ്ഞു ഈച്ച് സ്റ്റാക്സിന്റെ ഹൈറ്റ് ആണ്. ഇവിടെ ഓരോ സ്റ്റാക്സ്, ഇപ്പൊ മാത്സിന്റെ സ്റ്റാക്കുകളാണ് ഇത് എന്ന് വിചാരിക്കാം. മാത്സിന്റെ സ്റ്റാക്ക് ആണ് ഇത് എന്നുണ്ടെങ്കിൽ ടോട്ടൽ എത്ര ബുക്സ് അതിലുള്ളത്? 48 ബുക്സാ. അങ്ങനെയാണെങ്കിൽ മാത്സിന്റെ 48 ബുക്സ് ആണുള്ളത്. മാത്സിന്റെ ഒരു ബുക്കിന്റെ തിക്നെസ് 2.5 ആ. അങ്ങനെയാണെങ്കിൽ സ്റ്റാക്സിന്റെ ഹൈറ്റ് എന്താ? ഹൈറ്റ് ഓഫ് സ്റ്റാക്സ്, ഹൈറ്റ് ഓഫ് സ്റ്റാക്ക് ഓഫ് മാത്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 48നെ 2.5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അതുപോലെ തന്നെ ഹിസ്റ്ററി കണ്ടുപിടിക്കാനും സയൻസ് കണ്ടുപിടിക്കാനും എന്ത് ചെയ്താൽ മതി? ഹിസ്റ്ററിന്റെ ഒരു സ്റ്റാക്കിൽ പറഞ്ഞാൽ 48 ബുക്സ് ആണുള്ളത്, അതിന്റെ തിക്നെസ് പറഞ്ഞാൽ 1.8 ആണ്, ഇൻറ്റു ചെയ്ത ആൻസർ ആയി. സയൻസോ അതും ഒരു സ്റ്റാക്കിൽ 48 ആണ്, ഇൻറ്റു 2.2 ചെയ്ത ആൻസർ ആയി. ഇങ്ങനെയാണ് ഇത് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മറക്കാതെ എന്ത് ചെയ്യുക? ഇത് ഇൻറ്റു ചെയ്തിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു കേസ് സ്റ്റഡി ആണ്. എ സെമിനാർ, ലാസ്റ്റ് കേസ് സ്റ്റഡി ആണ് നമ്മൾ നോക്കാൻ പോകുന്ന ലാസ്റ്റ് കേസ് സ്റ്റഡിയാ. എ സെമിനാർ ഈസ് ബീങ് കണ്ടക്റ്റഡ് ബൈ എഡ്യൂക്കേഷൻ ഓർഗനൈസേഷൻ where the participants will be educators of different subjects. The number of participants in Hindi, English, Maths 60, 84, 108. ശ്രദ്ധിച്ചോ, ബോർഡ് എക്സാമിന് വന്നിട്ട് ഒരുപാട് കുട്ടികളെ ഇത് നേരത്തെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ കേസ് സ്റ്റഡിയിലും വന്നിട്ടുണ്ട്. അപ്പൊ ദ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ഇൻ ഹിന്ദി, ഇംഗ്ലീഷ്, മാത്സ് 60, 84, 108 റെസ്പെക്റ്റീവ്ലി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് ദാറ്റ് ക്യാൻ ബി അക്കമഡേറ്റഡ് ഇൻ ഈച്ച് റൂം ഇഫ് ദർ ആർ മൾട്ടിപ്പിൾ റൂംസ് ആൻഡ് ഇൻ ഈച്ച് റൂം the same number of participants are to be seated and all of them are in same subject. നമുക്കറിയാം വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഓരോ റൂമിലും നമുക്ക് എന്ത് ചെയ്യണം? ഒരു സെറ്റ് ഓഫ് മാക്സിമം നമ്പർ ഓഫ് ഗ്രൂപ്പിനെ ആഡ് ചെയ്യണം, മാക്സിമം നമ്പർ ഓഫ് ആളുകളെ ആഡ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ നമ്പേഴ്സിന്റെ, അതായത് 60, 84, 108 ഇത്ര ആളുകളാണ് മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും ഹിന്ദിന്റെയും പാർട്ടിസിപ്പൻസ്. ഇവരെ നമുക്ക് എന്ത് ചെയ്യണം? സെയിം ഗ്രൂപ്പുകളാക്കിയിട്ട് റൂമുകളിൽ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ ഈ സെയിം ഗ്രൂപ്പിൽ എത്ര ആളുണ്ടാവും, അല്ലെങ്കിൽ മാക്സിമം പോസിബിൾ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞ് അറേഞ്ച്മെന്റ് ആണ് നമ്മൾ എന്താ കണ്ടുപിടിക്കുക? HCF. അപ്പൊ ഇതിന്റെ 60, 84, 108, 60, 84, 108 ഇതിന്റെ HCF കാണാം. 60നെ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 30, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 15, 3 കൊണ്ട് ചെയ്താൽ 5. സോ 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 5. ദെൻ 84നെ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 42, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 21, 3 കൊണ്ട് ചെയ്താൽ 7. സോ 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 7. ഇനി 108നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 54, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 27, 3 കൊണ്ട് ചെയ്താൽ 9, 3 കൊണ്ട് ചെയ്താൽ 3. സോ 2 സ്ക്വയർ ഇൻറ്റു 3 ക്യൂബ്. HCF എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ആരൊക്കെയുണ്ട്? 2 ഉണ്ട്, 3 ഉണ്ട്. ഏറ്റവും ലോവസ്റ്റ് പവർ 2 സ്ക്വയർ ഇൻറ്റു 3. 2 സ്ക്വയർ ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 12. അപ്പൊ ഇവരെന്ത് ചെയ്യാം? 12 ആയിട്ടാണ് ആൻസർ. എന്താണ്? 12.
ഒരു ഏറ്റവും ചെറുതായിട്ടുള്ള ഏറ്റവും വലിയ ഗ്രൂപ്പ് ആക്കുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും 12 ഗ്രൂപ്പ് ആക്കാൻ പറ്റും എന്നാ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് റൂംസ് റിക്വയർഡ് ഡ്യൂറിങ് ദ ഇവന്റ്? മിനിമം നമ്പർ, ഇപ്പൊ നമ്മളെ സ്കൂളിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കുക, മിനിമം നമ്പർ ഓഫ് റിക്വയർഡ് എത്രയായിരിക്കും എന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എത്ര റൂംസ് വേണ്ടി വരും? ഇവിടെ അറിയാം, ഓരോ ടീമിനെയും 12, ഓരോ സബ്ജക്റ്റിലുള്ള ടീച്ചേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എഡ്യൂക്കേറ്റേഴ്സിന് 12 പേഴ്സൺസ് ആക്കിയിട്ടാണ് മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ഗ്രൂപ്പ് ഉണ്ടാക്കാന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എത്ര ഗ്രൂപ്പ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്. 60, 84, 108 ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 16നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പ്ലസ് 84നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 84നെ നമ്മൾ എന്ത് ചെയ്യുക? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്തിനേയും ഡിവൈഡ് ചെയ്യുക? 84നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പ്ലസ് 108നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ആൻസർ കിട്ടും. 16നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5, 84നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുക? നമുക്ക് 84നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 84 ഡിവൈഡഡ് ബൈ 12, 4, 5, 60 ആണ്. 8 നോക്കി നോക്കാം, ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. 84/12നെ കട്ട് ചെയ്താൽ 42/6 വരും. അപ്പൊ 7 ആയിരിക്കും വരിക. 7 പ്ലസ് 108/12, അല്ലെങ്കിൽ 108നെ കട്ട് ചെയ്താൽ നമുക്ക് 54/6 എന്ന് വരും. 54/6 എന്ന് പറഞ്ഞാൽ 9 ആയിരിക്കും വരിക. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 9 + 7, 16, 21 കിട്ടും. എത്ര റൂം വേണ്ടി വരും? 21 റൂംസ് നമുക്ക് വേണ്ടി വരും. അപ്പൊ എന്താ ചെയ്തിട്ടുള്ളത്? ഓരോ എഡ്യൂക്കേറ്റേഴ്സിനെയും HCF കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓരോ HCF കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് റൂംസ് കിട്ടിയിട്ടുണ്ട്. ഇനി ചോദിച്ചിട്ടുള്ളത് ഷോ ദാറ്റ്, സിമ്പിൾ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. ഷോ ദാറ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് 60 and 84 ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ HCF and LCM. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് HCF ഇൻറ്റു LCM എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതൊന്ന് ഷോ ചെയ്ത് കാണിച്ചു കൊടുക്കാനാ പറഞ്ഞത്. അപ്പൊ 16ന്റെയും 84ന്റെയും HCF-ഉം LCM-ഉം കണ്ടുപിടിക്കുക. 16നെ നമ്മൾ എങ്ങനെ എഴുതിയിരുന്നത്? 16നെ 2² × 3 × 5 എഴുതിയിരുന്നത്. 2² × 3 × 5. 84നെ എങ്ങനെ എഴുതിയിരുന്നത്? 2² × 3 × 7. 2² × 3 × 7 എന്നാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്? 2² × 3 × 7 എഴുതിയത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2² × 3 × 7, 2² × 3 × ഇത് ചെയ്താൽ HCF എന്താ കിട്ടുന്നത്? HCF ഇവിടെ കിട്ടുന്നത്, HCF നമുക്ക് സിമ്പിൾ ആയിട്ട് നേരത്തെ കിട്ടിയിരുന്നു. എന്താണ് ഇതിൽ വരുന്നത്? 2² × 3 ആണ്, 12 ആണ്. ബട്ട് LCM കണ്ടുപിടിക്കണം. LCM എന്താ? 2² × 3 × 5 × 7. 2² × 3, 4 × 3, 12, 12 × 35. 12 × 35 പറഞ്ഞാൽ 420 എന്ന് കിട്ടും. എന്നിട്ട് നിങ്ങൾ നോക്കി നോക്കുക, 12 × 420 ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 5040 എന്ന് കിട്ടും. അതെന്നെയാണോ 60 × 84 ചെയ്താലും എന്തെന്നെ കിട്ടുക? 5040. 2 ചെയ്താലും 1 ആണ് കിട്ടുക. ഹെൻസ് പ്രൂവ്ഡ്. ഇതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാനുള്ളൂ? പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് മക്കളെ ഇതെന്ത് ചെയ്യുക? ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും കാണുക. വർക്ക്ഷീറ്റിലുള്ള ഫുൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. സാറിന്റെ ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു റെഡ് ഹാർട്ട് ഇമോജി കമന്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.